വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് collegemushi.com. നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിന്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് കുറേ സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഡീംഡ് മെഡിക്കൽ കോളേജിൽ. കാരണം നമ്മുടെ കേരളത്തിലെ കട്ട് ഓഫ് ഈ വർഷം വളരെയധികം കൂടുതലായിരിക്കും. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ കട്ട് ഓഫ് ഒക്കെ തന്നെ ഏകദേശം ഒരു 550 ഒക്കെ മുകളിലാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത മറ്റുള്ള കോളേജിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ അപേക്ഷിച്ച് കിട്ടാനുള്ള കുറച്ചുകൂടെ സാധ്യത കൂടുതൽ ഡീംഡ് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഡീംഡ് മെഡിക്കൽ കോളേജിനെ പറ്റി കുറേ സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീംഡ് മെഡിക്കൽ കോളേജിന്റെ അഡ്മിഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജിൽ ഏത് രീതിയിൽ നമുക്ക് എങ്ങനെ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം, അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാവുന്ന ഡീംഡ് മെഡിക്കൽ കോളേജ് ഏതൊക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡീംഡ് മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ നമുക്ക് ഡീംഡ് മെഡിക്കൽ കോളേജിന്റെ കൗൺസിലിംഗ് നടത്തി വരുന്നത് MCC ആണ്, മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ്. നമുക്ക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഡീംഡ് മെഡിക്കൽ കോളേജിന്റെ കൗൺസിലിംഗ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണ്. അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് 5000 rupees നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാറ്റഗറിക്കും 2 ലക്ഷം രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പേയ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു വിൻഡോ നമുക്ക് തുറന്നു വരികയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഈ കോളേജിന്റെ ഓപ്ഷൻസ് കാണുകയുള്ളൂ. അപ്പോൾ ഈ 2 ലക്ഷം രൂപ പേ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡീംഡ് മെഡിക്കൽ കോളേജിന്റെ പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഒട്ടനവധി ഫേമസ് ആയിട്ടുള്ള ഡീംഡ് മെഡിക്കൽ കോളേജുകളുണ്ട്. കേരളത്തിലെ ഏക ഡീംഡ് മെഡിക്കൽ കോളേജാണ് അമൃത മെഡിക്കൽ കോളേജ്. അതുപോലെ തന്നെ ഏനപ്പോയ മംഗലാപുരം നല്ലൊരു ഡീംഡ് മെഡിക്കൽ കോളേജിൽ ഒന്നാണ്. കസ്തൂർബ മണിപ്പാൽ, കസ്തൂർബ മംഗലാപുരം, JSS മെഡിക്കൽ കോളേജ്, അങ്ങനെ ഒട്ടനവധി ഡീംഡ് മെഡിക്കൽ കോളേജുകളുണ്ട്. അങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കൗൺസിലിംഗിലാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് 4 റൗണ്ട് അലോട്ട്മെന്റുകളാണുള്ളത്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, മോപ്പപ്പ് റൗണ്ട്, അതിനുശേഷം നമുക്ക് സ്ട്രേ വേക്കൻസി റൗണ്ട് ഉണ്ട്. ഈ ഏത് റൗണ്ടിന് മുന്നേയും പുതിയതായിട്ടുള്ള രജിസ്ട്രേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഓരോ റൗണ്ടിന് മുമ്പേ നിങ്ങൾക്ക് പുതിയതായി രജിസ്ട്രേഷൻ ചെയ്ത് കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു ടൈമിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ ഉണ്ട് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അപ്ഗ്രേഡ് ഓപ്ഷനിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 2 ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ പേ ചെയ്യുന്ന 2 ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. ഈ കാര്യം നിങ്ങൾ ഡീംഡ് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് കോഴ്സ് ഫീസിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 15 ലക്ഷം തൊട്ടിട്ട് 26 ലക്ഷം വരെയാണ് പല ഡീംഡ് മെഡിക്കൽ കോളേജിൽ നോർമൽ ഫീസ് ആയിട്ട് വരുന്നത്. 2 ടൈപ്പ് സീറ്റുകൾ മാത്രമേ ഡീംഡ് മെഡിക്കൽ കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒന്ന് മാനേജ്മെന്റ് കോട്ട സീറ്റുകൾ, അതുപോലെ തന്നെ NRI കോട്ട സീറ്റുകൾ. പല സാഹചര്യങ്ങളും ഈ NRI കോട്ട സീറ്റുകൾ ലാപ്സ് വരികയും, അപ്പോൾ ചില കോളേജിൽ NRI സീറ്റുകൾ മാത്രമല്ല മാനേജ്മെന്റ് കോട്ട സീറ്റുകൾ വരെ ലാപ്സ് വരാറുണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെന്നൈയിലെ കുറേ മെഡിക്കൽ കോളേജുകളുടെ ഫീസ് വരുന്നത് 25 ലക്ഷം രൂപയൊക്കെയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീസിന് അഡ്മിഷൻ എടുക്കാൻ ആ കോളേജിൽ ആഗ്രഹമില്ലാത്ത സ്റ്റുഡൻസ് ആണ് അഡ്മിഷൻ എടുക്കുന്നില്ല എങ്കിൽ ഈ സീറ്റുകൾ വേക്കൻ്റ് വരും. ആ സാഹചര്യത്തിൽ ഈ ഫീസുകളൊക്കെ തന്നെ കുറച്ചിട്ട് കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുകയും ഏകദേശം 25 ലക്ഷം രൂപയുടെ സീറ്റുകൾ ഏകദേശം ഒരു 16-15 ലക്ഷം രൂപക്കൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം, നല്ല മെഡിക്കൽ കോളേജുകളിൽ തന്നെ 15 ലക്ഷം രൂപ ഇയർലി ഫീസ് എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം മുതലെടുത്ത് വേണം നിങ്ങൾ ഡീംഡ് മെഡിക്കൽ കോളേജിനെ നിങ്ങൾ സമീപിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ കോളേജിലാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾ ആ ഒരു പറയുന്ന ഫീസിൽ തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ ഫീസ് തന്നെയായിരിക്കും നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് കുറഞ്ഞ പാക്കേജിൽ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. കുറഞ്ഞ ഫീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അങ്ങനെ കുറേ കോളേജുകൾ, ചെന്നൈ ഭാഗത്തുള്ള കുറേ കോളേജുകൾ ഇപ്പം തന്നെ ഫസ്റ്റ് റൗണ്ടിന് മുമ്പേ തന്നെ കുറേ കോളേജുകളിൽ ഫീസുകൾ കുറച്ചിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭാരത് മെഡിക്കൽ കോളേജ്, വെയിൽസ് മെഡിക്കൽ കോളേജ്, ലക്ഷ്മി നാരായണ പോണ്ടിച്ചേരി, വിനായക മിഷൻ, കാരക്കൽ, അതുപോലെ തന്നെ JR മെഡിക്കൽ കോളേജ്, ഇങ്ങനെയുള്ള കുറേ മെഡിക്കൽ കോളേജുകളിൽ കുറഞ്ഞ ഫീസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സീറ്റുകൾ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിശ്വസ്തയോടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു തരാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡീംഡ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കൗൺസിലിംഗ് സപ്പോർട്ട് ഉണ്ട്, പെയ്ഡ് കൗൺസിലിംഗ് സപ്പോർട്ട് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കി
കൗൺസിലിങ്ങിനെ വളരെ കരുതലോടുകൂടെ മാത്രം നിങ്ങൾ സമീപിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓരോ മിസ്റ്റേക്കും നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടമാകാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.